നമസ്കാരം. CPIM-നെ പോലെ ന്യായീകരണത്തിൽ വൈദഗ്ധ്യമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി ലോകത്ത് വേറൊരിടത്തും ഉണ്ടാവില്ല. എന്ത് കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടാലും അവർ അതിനെ ന്യായീകരിച്ച് അവരുടെ ഭാഗത്താക്കും. സ്വർണ്ണക്കടത്ത് കേസിൽ അവർ ന്യായീകരിച്ച് നിരപരാധിത്വവും രക്തസാക്ഷിത്വവും നൽകി രക്ഷപ്പെട്ടത് നമുക്കറിയാം. ഇപ്പോഴിതാ ശബരിമലയിലെ സ്വർണ്ണക്കേസിനെ അവർ ന്യായീകരിച്ച് സോണിയാഗാന്ധിയുടെ തലയിലും തന്ത്രിയുടെ തലയിലും വെച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. പോറ്റിയെ കയറ്റിയത് ആരെന്ന തരത്തിലുള്ള ചർച്ച അവർ നയിക്കുകയാണ്. ഇത്തരത്തിൽ ഇവരുടെ മുൻകൂട്ടിയുള്ള ആക്രമണങ്ങൾ പലപ്പോഴും നേതാക്കന്മാർക്ക് തണലായി മാറാറുണ്ട്. ഇന്നിപ്പം തന്ത്രിയെ അറസ്റ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഏറ്റവും വലിയ തോതിൽ ചർച്ച ചെയ്യേണ്ടിയിരുന്നത് പി രാധാകൃഷ്ണൻ എന്നു പേരുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഡെപ്യൂട്ടി ഡയറക്ടറെ പിരിച്ചുവിട്ടത് തന്നെ ആവുമായിരുന്നു. രാധാകൃഷ്ണനെ പിരിച്ചുവിട്ടത് പിണറായിയെ സഹായിച്ചതിനാണ് എന്ന് തെളിവ് സഹിതം കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ചെയ്തിരുന്നു. എന്നാൽ രാധാകൃഷ്ണനെ പിരിച്ചുവിട്ടപ്പോൾ അതിൻ്റെ ക്ഷീണം ഉണ്ടാവാതിരിക്കാൻ പിണറായി വിജയനെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിക്കുകയും പിണറായിയുടെ വിശ്വസ്തനായ പി ശിവശങ്കരെ പിടിച്ച് ജയിലിലടയ്ക്കുകയും ചെയ്തതിനാണ് രാധാകൃഷ്ണനെ പിരിച്ചുവിട്ടത് എന്ന തരത്തിൽ ഇവർ പ്രചരണം ആരംഭിച്ചു. ഇവരുടെ പ്രചരണത്തെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു. തന്ത്രിയെ അറസ്റ്റ് ചെയ്തത് ശബരിമല അയ്യപ്പ മോഷണത്തിൽ CPM-നെ തണലാക്കി മാറ്റാൻ ശ്രമിക്കുമ്പോഴും ശിവശങ്കരനെ അവർ പുണ്യാളനാക്കാൻ ശ്രമിക്കുന്നു. സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിയായി 8-9 മാസം ജയിലിൽ കിടന്ന് ജയിലിന് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ടും സുന്ദരമായി റിട്ടയർ ചെയ്ത് ജോലി നഷ്ടപ്പെടാതെ, നമ്മുടെ രാജ്യത്തെ നിയമം അനുസരിച്ച് ഒരാൾ കുറച്ചു ദിവസം ജയിലിൽ കിടന്ന ജോലി നഷ്ടപ്പെടണം, അദ്ദേഹത്തിന് പെൻഷൻ വാങ്ങി സുഖമായി കഴിയാൻ സർക്കാർ സൗകര്യമൊരുക്കി കൊടുത്തു. ഇപ്പോഴും ബാക്കിയാവുന്നത് നാണക്കേടാണ്. ആ നാണക്കേടിൽ നിന്നും ശിവശങ്കരെ രക്ഷിക്കാൻ ഇപ്പോൾ പുണ്യപുരുഷന്റെ വേഷം കെട്ടി അവർ രംഗത്തെത്തിയിരിക്കുന്നു. ശിവശങ്കർ പുണ്യപുരുഷനായാൽ മാത്രമേ പിണറായി വിജയനെ അതിനേക്കാളും ഉയർന്ന പദവിയിലുള്ള ദൈവമാകാൻ കഴിയൂ. ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ ഇത്തരം തന്ത്രങ്ങൾ അവർക്ക് അനിവാര്യമാണ്. വർത്തമാനകാല കേരള രാഷ്ട്രീയം കണ്ട ഏറ്റവും വലിയ അശ്ലീലമായി മാറിക്കൊണ്ടിരിക്കുന്ന ഡോക്ടർ പി സരിൻ ഈ പ്രചരണത്തിന്റെ മുൻപന്തിയിലുണ്ട്. ഓർക്കണം, പിണറായി വിളിക്കാവുന്ന തെറികളെല്ലാം വിളിച്ച് അശ്ലീല കഥകൾ വരെ പറഞ്ഞ് അറുമാദിച്ചുകൊണ്ടിരുന്ന സരിൻ തനിക്ക് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടാതെ വന്നപ്പോഴാണ് മറുകണ്ഠം ചാടി പിണറായിയുടെ അടിമയായി മാറുന്നത്. ഇന്ന് മറ്റേത് CPM-കാരെക്കാട്ടിലും ആവേശത്തോടെ കോൺഗ്രസിനെതിരെ, കോൺഗ്രസ് നേതാക്കൾക്കെതിരെ നിരന്തരം വിദ്വേഷം തുപ്പിക്കൊണ്ടിരിക്കുകയാണ് സരിൻ. സരിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് വിരോധം പകയാണ്. സരിൻ ഇങ്ങനെ എഴുതുന്നു: മോദിയുടെ കേന്ദ്ര സർക്കാരും അമിത്ഷായുടെ BJP-യും അറിഞ്ഞുകൊണ്ട് നടന്ന ഒരു കള്ളക്കടത്ത്. അത് നടന്നത് പക്ഷേ കേരളത്തിലായതുകൊണ്ട് പഴി മുഴുവൻ പിണറായി സർക്കാരിനും. നയതന്ത്ര കാര്യാലയത്തിലെ ചുമതലക്കാരൻ മുതൽ ഡ്രൈവർ വരെ ഒറ്റക്കെട്ടായി നിന്ന് ഡിപ്ലോമാറ്റിക് ബാഗേജിലൂടെ നിരന്തരം സ്വർണം കടത്തി. അതിന്റെ പേരിൽ കടത്തുകാരിയുമായി അന്ന് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കരനുണ്ടായിരുന്ന സൗഹൃദം മറയാക്കി മുഖ്യമന്ത്രിയെ ജയിലിലടയ്ക്കാനുള്ള സകല അടവും ED പയറ്റി. പിടിക്കപ്പെട്ടപ്പോൾ BJP-യെ രക്ഷിച്ചെടുക്കാൻ കേന്ദ്രം ED അവതരിപ്പിക്കുന്നു. ED-യുടെ സകല നാറിയ കളികൾക്കും ചുക്കാൻ പിടിച്ച ഡെപ്യൂട്ടി ഡയറക്ടർ പി രാധാകൃഷ്ണനെ ഒടുവിൽ കൈക്കൂലിക്കാരനെന്ന് കണ്ട് സർവീസിൽ നിന്ന് നീക്കിയ വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നു. 3 ദിവസം മുൻപാണ് ഉത്തരവിറങ്ങിയത്. ഈ അഴിമതിക്കാരൻ ഒരുപറ്റം മാധ്യമ പ്രവർത്തകരെ ഉപയോഗിച്ച് നിരന്തരം വ്യാജ വാർത്തകൾ സൃഷ്ടിച്ച് CPM നേതൃത്വത്തിലുള്ള LDF സർക്കാരിനെ സംശയനിഴലിലാക്കി. കടത്തുകാരി 8 തവണ ചോദ്യം ചെയ്തപ്പോഴും ശിവശങ്കരന് താനുമായി സൗഹൃദമുണ്ടെന്നല്ലാതെ കേസുമായി ഒരു ബന്ധവുമില്ലെന്ന് മൊഴി നൽകിയതാണ്. എന്നാൽ കേന്ദ്രത്തിന്റെ സഹമന്ത്രിയായിരുന്ന കേരളത്തിൽ നിന്നുള്ള ഒരു BJP വിദ്വാനും കേരളത്തിലെ കോൺഗ്രസ് MP-യായ ഒരു ഉന്നതനും ചേർന്നൊരുക്കിയ തിരക്കഥ പ്രകാരം രാധാകൃഷ്ണൻ കടത്തുകാരിയെ സ്വാധീനിച്ച് ശിവശങ്കരന്റെ പേര് പറയിപ്പിച്ചു. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടത് എല്ലാം മുഖ്യമന്ത്രിക്ക് അറിയാമായിരുന്നു എന്ന് മൊഴി തന്നാൽ നിങ്ങളെ കേസിൽ നിന്ന് ഒഴിവാക്കാമെന്നായിരുന്നു. പക്ഷേ ശിവശങ്കർ വഴങ്ങിയില്ല. യഥാർത്ഥത്തിൽ എല്ലാം നടന്നത് BJP-യുടെ, മോദിയുടെ, അമിത്ഷായുടെ ആശീർവാദത്തോടെ കേരളത്തിലെ ഉന്നതരായ 2 BJP നേതാക്കളുടെ അറിവോടെയാണ്. കേന്ദ്ര സർക്കാർ സ്പോൺസർ ചെയ്ത ഔദ്യോഗിക കള്ളക്കടത്ത്. അതാണല്ലോ സ്വപ്നയ്ക്ക് BJP-യുടെ ഫണ്ടിംഗ് ഉള്ള അട്ടപ്പാടിയിലടക്കം സാന്നിധ്യമുള്ള NGO-യിൽ പുനരധിവാസ പാക്കേജ് പ്രഖ്യാപിച്ചതും. ഒരു സംഘം മാധ്യമ പ്രവർത്തകർ രാധാകൃഷ്ണന്റെ വക്താക്കളെ നിരന്തരം ഇല്ലാ കഥ മെനഞ്ഞു. അതിൽ മലയാള മനോരമയുടെ ഒരു പേനയുന്തുകാരൻ ED ആവശ്യപ്രകാരം മെനഞ്ഞ കഥയാണ് സ്വർണം കടത്തിയ പണം ഉപയോഗിച്ച് ശിവശങ്കർ തമിഴ്നാട്ടിൽ കാറ്റാടിപ്പാടം വാങ്ങിയെന്നത്. രാധാകൃഷ്ണൻ കൈക്കൂലി കേസിൽ സർവീസിൽ നിന്ന് പുറത്താകുന്ന ഈ സമയത്ത് നുണയെഴുത്തുകാരനായ മനോരമ ലേഖകനും മുതലാളിയും ശിവശങ്കർ നൽകിയ ക്രിമിനൽ മാനനഷ്ട കേസിൽ പ്രതിയായി എറണാകുളം കോടതി വരാന്ത കയറിയിറങ്ങുകയാണ്. വിചാരണ സമയത്ത് മനോരമ പറഞ്ഞത് ED തന്നത് ഞങ്ങൾ വാർത്തയാക്കിയെന്നാണ്. വാർത്ത കൊടുത്ത ED കള്ളനെ കൈക്കൂലി കേസിൽ പണി പോയി. വൈകാതെ മാമച്ചനും 8-ന് പണി വരുന്നുണ്ട്. ഈ ക്രിമിനലിനെ 3 ദിവസം മുൻപാണ് പിരിച്ചുവിട്ടത്. എന്നിട്ടും ഒരു മാധ്യമവും
ഇന്നത്തെ ദിവസം വരെ ആ വാർത്ത കൊടുത്തില്ല. കൈക്കൂലിക്കാരനായ ഒരു നുണയന്മാരായ ഒരുപറ്റം മാധ്യമ പ്രവർത്തകരുടെ പിന്തുണയോടെ നടത്തിയ പരാക്രമത്തിൽ തകർക്കാൻ ശ്രമിച്ചത് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയത്തെയാണ്. BJPക്ക് വേണ്ടി നുണവിറ്റ് ഇവർ കേരളത്തിലെ പിണറായി വിജയൻ സഖാവിന്റെ നേതൃത്വത്തിലുള്ള ഒന്നാം ഇടതു ഭരണത്തെ തകർക്കാൻ നോക്കി. ഇനി പറയൂ, കാലം ആരോടും കണക്ക് ചോദിക്കാതെ കടന്നു പോകാറില്ല എന്ന് പറയുന്നത് ഇതിനൊക്കെ തന്നെയല്ലേ? ഓർക്കണം, ഈ പ്രചരണത്തിന് ചുക്കാൻ പിടിച്ച് പിണറായിക്കെതിരെ ഉള്ളതും ഇല്ലാത്തതും സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച് ഇതേ മുദ്രാവാക്യം ഉയർത്തി കോൺഗ്രസിന്റെ പാനലിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് മത്സരിച്ചു തോറ്റതിനു ശേഷം കൂറുമാറിയ സരിന്റെ വികാര പ്രകടനമാണിത്. ഇതിനെയൊക്കെ എന്തു മറുപടിയാണ്? എന്നാൽ ഇതിനൊക്കെ അപ്പുറത്തേക്ക് കടന്ന് ഇദ്ദേഹം പുണ്യപുരുഷനാക്കി ആദരിക്കണം എന്ന തരത്തിൽ ഇദ്ദേഹത്തോട് കാലം മാപ്പ് പറയട്ടെ എന്നൊക്കെ പറഞ്ഞ പോസ്റ്റുകളും രംഗത്ത് വരുന്നുണ്ട്. CPIM എന്ന രാഷ്ട്രീയ പാർട്ടി ഏത് ദുഷ്ട സാഹചര്യത്തെയും തങ്ങൾക്ക് അനുകൂലമായി മാറ്റുന്നത് എങ്ങനെയാണ് എന്നതിന് ഭാവി ചരിത്രകാരന്മാർക്ക് ഒരു പാഠപുസ്തകമായി സ്വർണ്ണക്കടത്ത് കേസിലെ യഥാർത്ഥ പ്രതികളായ ശിവശങ്കറും പിണറായി വിജയനും എങ്ങനെ വെളുപ്പിച്ചെടുത്തു എന്നത് ഉദാഹരണമായി മാറും.